ദേ വരുന്നു എന്റെ ബാഹുബലി. കണ്ടാ വിചാരിക്കും എന്തോ വലിയ ഭാരം ചുമന്നുകൊണ്ട് വരുവാന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ദേ ഭരതേ ബോക്സിന്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ നമ്മൾ അതിന് കൈയോടെ പൊക്കി വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നോക്കിയപ്പോൾ സൈഡൊക്കെ കൊള്ളാമെങ്കിൽ അതിന്റെ മേൽഭാഗം ആകപ്പാടെ വൃത്തികേടായിരുന്നു കേട്ടോ. എന്നാ പിന്നെ അവനെ ഒന്ന് കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു. കയ്യിൽ കിട്ടിയത് ഒരു ഗ്രീൻ സ്റ്റിക്കി ഷീറ്റ് ആണ്. അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് അതിന് മേളിലും കൊട്ടിച്ചു. ആഹാ, മുടുക്കനായി. ഇനി ഇതിപ്പോ എവിടെ കൊണ്ട് വെക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ദേ ഇവിടെ ഒരു മൂല ഒഴിഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒഴിഞ്ഞെടുക്കാൻ പാടില്ലല്ലോ. നമുക്ക് 2 കിട്ടിയായിരുന്നു. അങ്ങനെ 2 ഇവിടെ അങ്ങ് സെറ്റ് ആക്കി വെച്ചു. എന്നാ പിന്നെ വിചാരിച്ചു ഇവിടെ ഒരു ഫ്ലവറും കൂടെ ആയേക്കാം. ഏത് നമ്മുടെ ചീനിച്ചെടിയും കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ അല്ലേ, അതും കൂടെ അവിടെ അങ്ങ് സെറ്റ് ആക്കി. ആരും നോക്കണ്ട, ഇത് എനിക്ക് ബലതീന്ന് കിട്ടിയതാണ്. ഇതാണ് എന്റെ ഓസിഡികൾ കിട്ടിയത്. ഞാൻ തൂത്തത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നുകൂടെ തൂക്കാണ് ഗൈസ്. ഇത്ര നല്ല ടേബിൾ എന്തിനാണാവോ അവര് കളഞ്ഞത്. എന്തായാലും നമുക്കത് ഉപകാരമായി. ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ഇതാണ് എന്റെ ജൂനിയർ മാൻഡ്രേക്ക്. ഇതിന് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് ഞാനല്ല കേട്ടോ പേരിട്ടത്, എന്റെ കെട്ടിയോനാണ്. ഞങ്ങളിവിടെ സൗദി അറേബ്യ വന്നിട്ട് 10 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുള്ള എന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് എന്റെ കെട്ടിയോൻ വാങ്ങി തന്നതാണ് കേട്ടോ ഈ സാധനം. അന്ന് മുതൽ ഇവൻ എന്റെ കൂടെ കൂടിയതാട്ടോ. 6 വർഷം മുമ്പ് ഞങ്ങൾ താമസിച്ച റൂമിൽ ഒരു ഫയർ ഉണ്ടായേ. ദൈവകൃപയാൽ ആൾക്കാർക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിലെ എല്ലാ സാധനങ്ങളും ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫർണിച്ചേഴ്സ് എല്ലാം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് തിരിച്ചു കിട്ടിയേ. അന്ന് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയത് ഈ ജൂനിയർ മാൻഡ്രേക്കിന് മാത്രാട്ടോ. കഥ പറഞ്ഞ് കാട് കയറി എവിടെയോ പോയി. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു മേക്ക് ഓവർ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.